സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ വിഭവമായ മട്ടർ പനീർ തയ്യാറാക്കാം. ഇതിനുവേണ്ടി 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1/2 കപ്പ് ഗ്രീൻ പീസ്, 250 ഗ്രാം പനീർ. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം, അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ മസ്റ്റാർഡ് ഓയിലാണ് എടുത്തത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് വഴന്നു വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കുക. കാഷ്യൂസും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കാഷ്യൂസ് ചേർക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കാവുകയും ചെയ്യും, നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റായി വരണം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് തണിഞ്ഞ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്ത് പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഒരു ബേ ലീഫും ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം വളരെ ലോയിൽ വേണം വെക്കാൻ, അല്ലാതെ മസാല കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴന്ന് ഓയിൽ തെളിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാല വഴന്നു വരുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ച ഗ്രീൻ പീസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പനീർ ചേർത്ത് കൊടുക്കുക. പനീറും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പനീർ ചേർത്ത ശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറിയൊക്കെ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവയില ഉണക്കി പൊടിച്ചതാണിത്. ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ വരും. ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ ആദ്യം ചേർത്തതാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും നാനിനും ചോറിനും ഒക്കെ ഇപ്പോൾ സൂപ്പർ കോമ്പിനേഷനാണ്. ഇത് തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.